നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 6 കമ്പനികളിലെ വിവിധ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലും വിദേശത്തുമുള്ള അവസരങ്ങൾ, അത് സോഹോ മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള വിവിധ സ്ഥാപനങ്ങളിലെ അവസരങ്ങൾ, വിവിധ മേഖലകളിലുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 17 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ ഈ വെബ്സൈറ്റിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി, ഉദാഹരണത്തിന് വാക്ക് ഇൻ ഇന്റർവ്യൂ എന്ന കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് വിദേശത്ത് സൗജന്യമായിട്ട് PG പഠിക്കുന്നതിനുള്ള ഒരു മികച്ച അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ജർമ്മനിയില് എല്ലാ ഡിഗ്രി കഴിഞ്ഞവർക്കും സൗജന്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ PG പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അത് ജർമ്മനിയിലെ പബ്ലിക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാകുന്നത്. ഈ ഒരു അവസരം വിശദമാക്കുന്ന ഒരു സൗജന്യ വെബിനാർ വരുന്ന ഞായറാഴ്ച, അതായത് ഫെബ്രുവരി 18 സൂ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനും ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എക്സ്പേർട്സും ഒക്കെ ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകും. ഓർക്കുക, ഈ മിനിമം 55% ഉള്ളവർക്കാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. അതിൽ തന്നെ ബിടെക്, സിവിൽ, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, കെമിക്കല് ബ്രാഞ്ചുകാർക്കും അതേപോലെ BCom, BSc ഫിസിക്സ് അങ്ങനെയുള്ള ചില സെലക്ടഡ് കോഴ്സുകാർക്കുമായിരിക്കും 55% ഉണ്ടെങ്കിൽ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. മറ്റു കോഴ്സൊക്കെ പഠിക്കുന്നവർക്ക് മിനിമം 70% ഉണ്ടെങ്കിൽ ഈ ജർമ്മനിയിലെ സൗജന്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ PG പഠിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ അവസരങ്ങൾ വിശദമാക്കുന്ന വെബിനാറിൽ പങ്കെടുക്കുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. ആദ്യത്തെ അവസരം ഒരു IT കമ്പനിയിലേക്കാണ്. നമ്മുടെ കൊച്ചിയിലുള്ള സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ENXEL, അതായത് എൻഹാൻസ് എക്സലൻസ് എന്ന കമ്പനിയിലാണ് ഈ ഒരു അവസരം ഉള്ളത്. ഇതിലേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 2023 പാസ് ഔട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമയോ, അത് കമ്പ്യൂട്ടർ സയൻസ് IT വിഷയങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള, ഉദാഹരണത്തിന് BE BTech അല്ലെ MCA അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc MSc ഒക്കെ കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതിനേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് 17 ഫെബ്രുവരി ഈ ENXEL ബിസിനസ് സൊല്യൂഷന്റെ ഹരിപ്പാട് ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. 10:30ക്കും 5 മണിക്കുമായിട്ട് വാക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, ഇതിനെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അവസരം സോഹോ എന്ന കമ്പനിയിലേക്കാണ്. സോഹോ എന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയാവുന്ന ഒരു കമ്പനിയാണ്. ഒരു തമിഴ്നാട്ടുകാരന് തമിഴ്നാട്ടിലെ ചില റൂറൽ ഏരിയാസിൽ ആരംഭിച്ച് ഇന്ന് ലോകത്തെ തന്നെ പ്രമുഖ IT കമ്പനിയായി മാറിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സോഹോ എന്നുള്ളത്. പണ്ട് സ്മോൾ ഓഫീസ്, ഹോം ഓഫീസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കമ്പനി, ഇവര് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കരയായിരിക്കും വർക്ക് ലൊക്കേഷൻ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവര് ഈ റൂറൽ ഏരിയാസിലാണ് ഇവരുടെ ഓഫീസുകളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. കേരളത്തിൽ പത്തനാപുരത്തും കൊട്ടാരക്കരയും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് ഈ സോഹോ എന്നുള്ളത്. അത് മികച്ച ശമ്പളം പ്രതീക്ഷിക്കാം. ഓർക്കുക, ഈ ഒരു അവസരം ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലേക്കുള്ള ഒരു ഇന്റേൺഷിപ്പ് അവസരം. ഇവര് 2020-23 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. ഈ ഇന്റേൺഷിപ്പിന് 20,000 രൂപയായിരിക്കും ശമ്പളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സ് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്, എക്സ്പീരിയൻസുകാരെ അപേക്ഷിക്കേണ്ടതായിട്ടില്ല. 3 മേഖലകളിലാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ഒന്ന് കമ്പ്യൂട്ടിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ് മേഖലയിലെ ഇന്റേൺഷിപ്പ് ആണ്. അതിന്റെ ഒരു ജോബ് റോളുകളൊക്കെ ഇവരുടെ സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ബിൽഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയിങ് മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് മോഡൽസ്, അതേപോലെ ഡെവലപ്പിംഗ് അൽഗോരിതമാറ്റിക് സൊല്യൂഷൻസ്, അപ്ലൈങ് ആൻഡ് കസ്റ്റമൈസിങ് ഓപ്പൺ സോഴ്സ് സിമുലേഷൻ സോഫ്റ്റ്വെയർസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരു അവസരമുള്ളത് മെക്കാനിക്കൽ ആൻഡ് റോബോട്ടിക് ഹാർഡ്വെയറിൽ. ഇവിടെ മെക്കാനിക്കൽ ഡിസൈൻ യൂസിംഗ് കാർഡ് സോഫ്റ്റ്വെയർ, ഫാബ്രിക്കേഷൻ, അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ്, ഡിസൈൻ ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് യൂസിംഗ് മോട്ടോഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു അവസരമുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് മേഖലയിലെ ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ്. എംബഡഡ് റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു മേഖലയിലെ അവസരങ്ങളായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു മാർക്ക് പെർസെന്റേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ വായിക്കുക. ആ ഏരിയകളിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക ഫ്രഷേഴ്സിനുള്ള അവസരമായിരിക്കും. 20,000 രൂപയായിരിക്കും ഇതിന്റെ ശമ്പളം. അപ്ലൈ ചെയ്തവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ഇവരെ ഇന്റർവ്യൂവിന് കൊട്ടാരക്കരയിലേക്ക് വിളിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഞാൻ പലപ്പോഴും ഈ യൂട്യൂബ് ചാനൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മലയാളി ഉടമസ്ഥതയിൽ ഇന്ത്യയിലും പല ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് നെസ്റ്റോ എന്നുള്ളത്. അവർ കുവൈറ്റിലേക്ക് ഏതാണ്ട് 4ഓളം വിവിധ തസ്തികകളിൽ ഒട്ടനവധി ആൾക്കാരുടെ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാനേജേഴ്സ് എനി ഡിഗ്രി വിത്ത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സൂപ്പർവൈസർ ആയിട്ട് എനി ഡിഗ്രി വിത്ത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. വെയർഹൌസ് മാനേജർ ആയിട്ട് +2 വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരം. അക്കൗണ്ടന്റ് ആയിട്ട് MCOM വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ ഒരു ഒഴിവുകളിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 16-ാം തീയതി വെള്ളിയാഴ്ച കാലിക്കറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ KP ടവറിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു അവസരം. 9 മണിക്കും 11 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. നിങ്ങളുടെ റെസ്യൂമെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ടിന്റെ കോപ്പി, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കേഷൻ, എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ആയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി ഞാൻ ഹൈദരാബാദുള്ള ഗുരു നാനാക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നടക്കുന്ന ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഈ ഗുരു നാനാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 11,000-ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന 1,200-ഓളം അധ്യാപകരൊക്കെയുള്ള വലിയ പ്രസ്ഥാനമാണ്. ഒരു പല മേഖലകളിൽ എഞ്ചിനീയറിംഗ്, MBA, ഫാർമസി തുടങ്ങി BDS മെഡിക്കൽ മേഖലകളിൽ വരെ പ്രവർത്തനമുള്ള ഒരു കോളേജാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവര് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച ശമ്പളമുള്ള ഒരു ഹയറിംഗ് ആണ്. പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെ ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1,40,000 വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. എന്നാൽ ഫ്രഷേഴ്സിനെ ഇവരെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. 45,000 രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളം ലഭ്യമാകും. അതുകൂടാതെ അക്കോമഡേഷൻ പോലെയുള്ള സൗകര്യങ്ങളും ഇവര് ലഭ്യമാകും. അപ്പൊ ആർക്കായിരിക്കും ഈ ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക? MTech കഴിഞ്ഞ ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാം. പ്രത്യേകിച്ച് AI ആൻഡ് ML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ്, അല്ലെ IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, AI, DS, ഈ മേഖലകളിലൊക്കെ MTech കഴിഞ്ഞ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് 45,000 പ്ലസ് അക്കോമഡേഷൻ ലഭ്യമാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് 1,40,000 വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നുള്ളവര് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിച്ച് അവിടെ കാണിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യും. അവർക്ക് ഇതൊരു ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതായിരിക്കും. ഇനി ഞാൻ ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന ഒരു കിടിലൻ അവസരം ഒന്ന് സൂചിപ്പിക്കാം. ബ്രാഞ്ച് ഹെഡ് ഓഫീസർ സ്കെയിൽ 2 ഈ തസ്തികകളിലേക്കാണ് ഇവർ ഈ ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. മികച്ച ശമ്പളമുള്ള ചില അവസരങ്ങളാണ്. 13.82 to 17.63 lakh, അതായത് പ്രതിവർഷം 17.5 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ഒരു അവസരമാണ്. ഓർക്കുക, മിനിമം 4 years എക്സ്പീരിയൻസ്, അത് ഓഫീസർ കേഡറിലുള്ള, അതിൽ 2 വർഷം ബ്രാഞ്ച് ഹെഡ് ഒക്കെ ആയിട്ട് ജോലി ചെയ്തവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. 19 ഫെബ്രുവരിക്കകം അപേക്ഷിക്കണം. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി ഞാൻ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD ആണ്. ഇതൊരു കേരള ഗവൺമെന്റിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം ഓർക്കുക, 3 തസ്തികയിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അസിസ്റ്റന്റ്, സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ്, ഈ തസ്തികയിലാണ് അവസരങ്ങളുള്ളത്. അവർക്ക് ഇതൊരു കോൺട്രാക്ട് ബേസ് ഹയറിംഗ് ആയിരിക്കും. ഓൺലൈനിലൂടെ വേണം അപേക്ഷിക്കുവാനായിട്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 24 5 PM ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ, ഒന്ന് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, ഈ 4 ജില്ലകളിലും ഓരോ ഒഴിവുകളാണുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 30,995 രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം. 45 വയസ്സിൽ കവിയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് കണക്കാക്കുന്ന 1/1/2024 പ്രകാരമായി. സ്റ്റെനോ ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിലേക്കും തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്
4 ജില്ലകളിലാണ് ഓരോ ഒഴിവുകളുള്ളത്. SLC പാസ്സായിട്ടുള്ള ടൈപ്പ് റൈറ്റിംഗ്, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും, ലോവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം. 22,290 ആയിരിക്കും ശമ്പളം. 45 വയസ്സ് കവിയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിട്ടയർഡ് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ 62 വയസ്സ് കവിയല്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒഴിവ് ഓഫീസ് അറ്റൻഡന്റ് എന്നതാണ്. ഇതും ഈ 4 ജില്ലകളിലായിട്ട് 4 ഒഴിവുകളാണുള്ളത്. മിനിമം 7ാം ക്ലാസ് എങ്കിലും പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 18,390 രൂപയായിരിക്കും ശമ്പളം. ഇവിടെ 45 വയസ്സ് കവിയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇതൊരു 1 ഇയർ കോൺട്രാക്ട് ഒഴിവായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ കാര്യങ്ങൾ ഇവിടെ വായിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അവർക്ക് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 24-ാം തീയതിയാണ്. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓരോ കമ്പനികളുടെയും ഡീറ്റെയിൽസ്, വേക്കൻസി ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും jobsbridge.com, നമ്മുടെ ജോബ് സൈറ്റ് ആണ്. അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിന്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.